ഹായ് എല്ലാവർക്കും വിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മലാട് മീൻ മാർക്കറ്റിൽ പോയില്ലേ, ആ വീഡിയോയാണ് കാണിക്കുന്നത്. പിന്നെ വീട്ടിൽ വന്ന് ചെയ്തത് രാവിലത്തെ, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തൊട്ടേ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെ മീൻ വാങ്ങിച്ച് അത് ഞാൻ അന്ന് കാണിച്ചായിരുന്നു. ഇല്ല, കാണിച്ചില്ല. ഞാൻ ലൈവിൽ പറഞ്ഞേ ഉള്ളൂ മീൻ മാർക്കറ്റിൽ പോയിട്ട് വന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ये कौन सा है? ये पाला 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 काटा कैसे है? ये 500 रुपये में आएगा। काटा एक ही है क्या? नहीं नहीं, इसमें काटा ही काटा है, खाली टेस्ट बहुत है। जितना ज़्यादा काटा उतना ज़्यादा टेस्ट भी है। हलवा 14 हलवा है 3000। ये रावा से ही सिंगल काटा है, ये 400 रुपये। 3 लेंगे तो 1000 में। और हलवा और हलवा ले ले मेरे पास नहीं ले ले। हाँ, ये आएगा तुम्हारा 700 का किलो। आएगा 300 सगळे 1500 बोलतात. तुम्ही बोला किती, तर मला राग नाही. 3800 बोलतात. तुम्ही बोला किती. 1 मिनिट 1 मिनिट. ആദ്യം കാണിച്ച ആ മീനെന്ന് പറയുന്നത് പുള്ളിക്കാരൻ പറയുന്നത്, റീച്ചാൻ ചോദിച്ചു മുള്ള എങ്ങനെ ഉണ്ടെന്ന്. അയാൾ പറഞ്ഞു മുള്ള് ഉണ്ട്, പക്ഷേ അത്രയും മൊത്തം മുള്ളാ, പക്ഷേ ടേസ്റ്റ് നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഒരു സൈസ് നമ്മൾ മത്തി എന്ന് പറയത്തില്ലേ, അതാണെന്ന് തോന്നുന്നു. അവർ 7 എണ്ണം 1500 രൂപ പറഞ്ഞേ. പിന്നെ നമ്മൾ ബാർഗിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കുറയ്ക്കും. 1 മിനിറ്റ് എന്നും പറഞ്ഞ് അങ്ങ് നിൽക്കുക. ചിലർ നമ്മളെ ഇങ്ങനെ കൈ കയറി പിടിക്കും. दोनच पाहिजे. എത്ര അപ്പം മീനൊക്കെ വിലയുണ്ട്. അപ്പം ഈ മീനെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ദോമ എന്നാണെന്നും തോന്നുന്നു പറയുന്നത്. ഇവിടെ ചിലർ പറയും രാജാ റാണിന്ന്. റാണി എന്നുള്ളത് നമ്മുടെ ഇതിലെ ചെമ്പല്ലിക്കോരയുടെ ഒരു കുഞ്ഞതുണ്ട്, അതിനാ റാണിന്ന്. അതിൻ്റെയൊക്കെ കൂട്ടുള്ള മീനാണ് ഇത്. ഇത് തോരൻ വെക്കാനും വറക്കാനൊക്കെ നല്ല. അപ്പം അയല ഈ ഒരു കൊച്ചിൻ്റെ കയ്യിലെ ഉള്ളായിരുന്നു. അതിങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചേക്കുക. അവളൊരു 5 പൈസ കുറയ്ക്കത്തുമില്ല, ഒന്നുമില്ല, ഫിക്സ് റേറ്റാണ് അവരുടേത്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ബുധൻ വെള്ളി ഞായറാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയത് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു. ഈ ബുധൻ വ്യാഴം ഞായറിൽ ഇച്ചിരി നല്ല മീനുകൾ, മീൻ നമ്മൾ പറയത്തില്ലേ മാർക്കറ്റ് അന്ന് ഇത്തിരി കൂടുതലുള്ളതാണ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഏതാണ്ട് ആ കടയുടെ മുമ്പിലൊരു, അതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഇനി നമ്മുടെ മൂങ്ങയാണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. അപ്പം ഈ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും എടുക്കാനും വയ്യ. ഞങ്ങൾ വണ്ടിക്കകത്തിരിക്കുമായിരുന്നു. രാവിലെ മലാട് ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് വന്നതാണ്. മീനൊന്നുമില്ല. സാധാരണ ഈ ഗണപതിയൊക്കെ വെക്കുന്ന കാരണം ഇവിടെ ഉള്ളവരൊന്നും കഴിക്കത്തില്ലല്ലേ, മീൻ കാണേണ്ടിയതാണ്. മീനൊക്കെ നല്ല വില. എന്നാലും നമ്മൾ പോയത് കൊണ്ട് അർജൻറ്റ് വാങ്ങിച്ച മീനൊന്നും കാണിക്കാമേ. ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, വെറുതെ സമയം മെനക്കെട്ടത് മിച്ചം. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അന്ന് ലൈവിൽ പ്രസന്നയാന്നോ ഒരാൾ ചോദിച്ചേ മീൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തോ കിട്ടിയെന്ന്. ഇതിപ്പോൾ 3 എണ്ണം ഞങ്ങൾ വാങ്ങിച്ചു. അവർ 600 പറഞ്ഞു, 400 വാങ്ങിച്ചു. ഞാൻ പറഞ്ഞാൽ വേണ്ട. പക്ഷേ നമ്മൾ ഇന്നാളി വാങ്ങിച്ച കറുത്ത
ഒരാവോലി വാങ്ങിച്ചില്ല. അതിന് നല്ല ടേസ്റ്റായിരുന്നു. അത് നല്ല മുറ്റിയതായിരുന്നു, വലിയതായിരുന്നു. ഇതിനത്ര അങ്ങോട്ട് ഇത് കുട്ടിയാണ്, അത്ര കറുപ്പൊന്നുമില്ല. അതിൻ്റെ തൊലി ഇരിക്കണമായിരുന്നു. ഇതിൻ്റെ തൊലിയൊന്നും ഇരിക്കേണ്ട. മണ്ടയിലത്തെ ചെതുമ്പൽ ഇങ്ങനെ കളയുമ്പം അതങ്ങ് ക്ലീൻ ആയായിരുന്നു. ഈ എൻ്റെ ചീനച്ചട്ടി ഇങ്ങനെ മീനൊക്കെ ഇടാൻ എടുക്കുന്ന പാത്രം കേട്ടോ. അടിവശം കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണ്, കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതല്ല. ഞാൻ ആദ്യം ഒരു വാട്ട വാങ്ങിച്ചു. ഒരു വാട്ട 150 രൂപ. പിന്നെ വന്ന് ഒന്നുകൂടെ വാങ്ങിച്ച്. ഇവിടെ ഇച്ചിരി ഇങ്ങനെ ആയെങ്കിലും മീൻ നല്ല ഫ്രഷ്. ഒരെണ്ണേ ഉള്ളത് ഈ വലുത്. അങ്ങനെ 2 വാട്ട 300 രൂപ. ഇത് എനിക്ക് തോന്നുന്നത് എന്തോ മീനാണെന്ന് എനിക്കങ്ങോട്ട് അറിയത്തില്ല. കുട്ടനാണെന്നാണ് എൻ്റെ ഡൗട്ട്. ഞാൻ ചിന്തിച്ചെന്നാൽ വറക്കാന്ന്. ഇതൊരു കൂട്ടം 150 രൂപ. തല പോയാൽ പിന്നെ ഒന്നുമില്ലത്. ഇവിടെ എനിക്കൊന്ന് ഡോമ എന്ന് പറയുന്ന മീനാണിത്. ഡോമ വറക്കാം. പക്ഷെ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. വറക്കുവോ ഇച്ചിരി എടുത്ത് തോരൻ വെക്കുവോ എന്തോ അതിന് കൊതിക്ക് വേണ്ടി ചെയ്യാം. ഞാനിപ്പം അലുവ മീൻ എടുക്കട്ടെ. അലുവ മീൻ കൂടെ റേച്ചാനും കഴിക്കുമല്ലോ. സമയം കുറേ ആയി. ഇനി സഞ്ചി ഇട്ടത് കഴുകി വെക്കട്ടെ. അപ്പം ഇത് കാണുമ്പോൾ അറിയാം, വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ ഇവിടെ, വെള്ള പാപ്ലേറ്റ്. അതിൻ്റെയൊക്കെ അതുപോലെ സ്കിന്നേ ഉള്ളിത്. കാരണം നമ്മൾ ഇച്ചിരി ഒന്ന് ചിരണ്ടുമ്പോഴത്തേക്കിന് ആ ചെതുമ്പൽ അങ്ങ് പോവും. ഞാൻ അന്ന് വാങ്ങിച്ചത് തൊലി ഇരിച്ചൊക്കത്തുള്ളായിരുന്നു. നല്ല വലിയ മുറ്റിയതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതെനിക്ക് കറി വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ടേസ്റ്റ് വന്നില്ല. ഇത് ഇവിടെ ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് റേച്ചാനും ഇഷ്ടമാണ്. എനിക്ക് അയല, മത്തി, ഇതൊക്കെ ചൂരയാണ് കൂടുതലും ഇഷ്ടം. ഇതങ്ങോട്ട് നല്ല സോഫ്റ്റായിട്ട് അങ്ങിരിക്കും കറി വെച്ചാൽ. ഇല്ല നെയ്മീനൊക്കെ പോലെ അതൊക്കെയാണ് ഇവർക്കിഷ്ടം. എനിക്ക് പക്ഷേ ഇച്ചിരി കടക്കള ചൂരയൊക്കെ ആകുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുമല്ലോ, അങ്ങനെയുള്ള എനിക്കിഷ്ടം. അയലയും കുഴപ്പമില്ല, മത്തിയും കുഴപ്പമില്ല. പ്രതീക്ഷിക്കാതെ ഇന്ന് പോയത്. കാരണം ഈ ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു. അപ്പോൾ ഈ മീൻ കഴിക്കാനുള്ള കൊതി കൊണ്ട് ഇവിടെ പ്രൈസമ്മൂന് ഒരു ദിവസം ചോദിച്ചു തുടങ്ങി, മമ്മി ഇപ്പം മീൻ വാങ്ങിക്കുന്നില്ലയോ എന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് നമ്മൾ മാർക്കറ്റിലും വിളിച്ചു ചോദിക്കുന്നുണ്ടേ. നമ്മൾ കഴിക്കുന്ന കൂട്ടുള്ള അയല അങ്ങനെയുള്ളതൊന്നുമില്ല. ചില സമയത്ത് പുള്ളി പറയും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ ആൾക്കാർ പോകുന്നില്ലെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടങ്ങ് ഞാൻ ഇന്നേരം നോക്കിയാണ്. ഇന്ന് ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടാണ് പോയത്. രാവിലെ 6 മണി 6:30 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് അവിടെ രാവിലെ തൊട്ട് തുടങ്ങുന്നതാണ്. ഞങ്ങൾ പോകണേ 10 മണി കഴിഞ്ഞ്. അപ്പോഴത്തേക്കിനും എല്ലാം തീരാറൊക്കെയായി. അതാ അത്രയും എന്ന് തോന്നുന്നു, അത്രയും കുറഞ്ഞത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ രാവിലെ ആ സമയമാണേ മഴ ഇച്ചിരി ഇല്ല. എന്നും മഴയായില്ലേ, മഴയില്ലാതെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞ റീച്ച് അങ്ങ് പോകാം. അന്നേരം പെട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകുമായിരുന്നു. അതുകൊണ്ട് വന്നിട്ടാണ് ഞാൻ ചപ്പാത്തിയൊക്കെ ഇവർക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചപ്പാത്തിയൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ പിന്നെ മീൻ ചെയ്യാനായിട്ട് പോയത്. അങ്ങനെ അവർക്കെല്ലാം ചപ്പാത്തി കൊടുത്ത് ഡാഡി കിടക്കാൻ കയറി. പോൾ അവിടെ പിയാനോയും കൊണ്ടിരിക്കുന്നു, മറ്റവൻ കാർട്ടൂണും കാണുന്നു. അപ്പോൾ ഒന്ന് പോയി വീഡിയോ എടുത്തതാണ്. ഞാൻ ഇന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായി ചതച്ചിട്ടാണ് ചേർക്കുന്നത്. എന്നും ചതയ്ക്കാതെ ചേർക്കുന്നത്. ഇന്നൊന്ന് ചതച്ചിട്ട് ചേർക്കാന്ന് വെച്ച്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ ടെയിൽ ബോണിന് ഇത്തിരി പ്രോബ്ലം ആയതുകൊണ്ട് ബെൽറ്റ് കെട്ടിയേക്കുക. അതാ ഞാനിങ്ങനെ ബെൽറ്റ് കെട്ടി എനിക്ക് അങ്ങോട്ട് വാക്കല്ല, പിന്നെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെൻ്റെ ലൈവും നടക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞുകൊണ്ടേ അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൊച്ചിൻ്റെ മൊബൈലിൽ നോക്കിയിട്ട് അതിലും പറ്റുന്നില്ല. പിന്നെ ഞാൻ എല്ലാവരോടും, പക്ഷേ ആൾക്കാർ എനിക്ക് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, എനിക്കത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാനങ്ങ് നിർത്തി. പിന്നെ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങാണം ഫ്രിഡ്ജിൽ എന്തെങ്കിലും എടുക്കാനെങ്ങാനും പോവുകയാണെങ്കിൽ ഞാൻ പ്രൈസനെ പിടിച്ചവിടെ നിർത്തും. ആരെയും നിൽക്കണ്ടേ, എടാ മെസ്സേജ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ. പിന്നെ അവനെ വിളിച്ച ഉടനെ കൊച്ചു വന്നോളും.
മീനെല്ലാം വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ ഈ വെള്ളം ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടയ്ക്കുക. അല്ലെങ്കിൽ വെള്ളം മൊത്തം വറ്റാൻ നിന്നാലേ ഈ ചട്ടി ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാ, ഞാൻ ഇന്നാലും പറഞ്ഞല്ലേ, അടിക്ക് പിടിക്കും, നടപ്പുക കയറുന്നുണ്ടോ. അതുകൊണ്ട് മൊത്തത്തിൽ വെള്ളം പോകാൻ നിന്നാ നമ്മളിത് ചുമച്ച് തുമ്മി ഉപ്പാട് വരും. അന്നേരം 2 ആഴ്ച കൊണ്ട് ഇവിടെ നമ്മുടെ പ്രൈസം കൊച്ചനും പറഞ്ഞു തുടങ്ങി, കപ്പ വാങ്ങിക്കുന്നില്ലയോ. അവൻ കപ്പയ്ക്ക് ചക്കയെന്നാണ് പറയുന്നത്. ചക്ക തിന്നിട്ട് ഒത്തിരി നാളായിരുന്നു. അപ്പം ഞങ്ങൾ ചിന്തിച്ചെന്നാൽ ഇപ്പം ഈ സൺഡേ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരുന്നേ. പിന്നെ വരുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ കടയിലൊന്നും ഇറങ്ങിയില്ല. ഇവിടുന്ന് ഞാൻ സഞ്ചിയും കൊണ്ടെല്ലാം തയ്യാറല്ല പോയത്, കപ്പ ഇച്ചിരി ഏത്തക്കൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ മഴ കാരണം ഞങ്ങൾ എളുപ്പം ഇങ്ങ് വന്നാൽ മതിയെന്നായിരുന്നു. പിന്നെ ഈ ഗണപതിയുടെ ഇതുകൂടെ ആകുമ്പം ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് റോഡെല്ലാം ഭയങ്കര ബ്ലോക്കായിരിക്കും. ഈ വിസർജൻ എന്ന് പറയത്തില്ലേ, അതിന് പോകുമ്പം റോഡെല്ലാം ബ്ലോക്കും. അതുകൊണ്ട് എളുപ്പം ഇങ്ങ് വീട്ടിൽ വരാമെന്ന് പറഞ്ഞുള്ള ധൃതിക്ക് എളുപ്പം ഇങ്ങ് വരുമായിരുന്നു. പക്ഷേ മീൻകറി കാണുമ്പോൾ ഇച്ചിരി കപ്പ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു ഇതുണ്ട്. എന്താ ചെയ്യാനാ. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി ചാറ് കൂട്ടിയ, കപ്പ ഇല്ലെങ്കിലും ഇച്ചിരി ചാറ് ഇടുന്നുണ്ട്. കാരണം ഇച്ചിരി ചാറ് കൂട്ടി ഒഴിച്ച് ചോറ് കഴിക്കാമെന്നുള്ള ഇതിൽ. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് മീനൊക്കെ ഒന്ന് വറ്റി വന്ന്, ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ചാറിലാണ് എടുത്തേക്കുന്നതെന്ന്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ തൈരൊക്കെ ഒന്ന് ഉടച്ചായിരുന്നു. അപ്പോൾ ഞാൻ തൈര ഉടച്ച സമയത്ത് ഒരു കറിവേപ്പില ഇവിടെ കിടന്നത്. എൻ്റെ പൊട്ടുനേരത്തിന് ഞാൻ ആ കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്തോട്ടങ്ങ് ഇട്ടിട്ടാണ് തൈര് ഉടച്ചത്. അതാണ് ഈ ഇങ്ങനെ 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 പച്ച പച്ച പോലെ പൊടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുന്നത്. അപ്പം മോരുകറിയൊക്കെ ഇവിടെ റെഡിയായി. അന്നേരം പ്രൈസൻ അവിടെ ഭയങ്കര പാട്ട്. അപ്പം ഞാൻ പുറകിൽ നിന്ന് എടുത്തതൊന്നും ആളറിഞ്ഞില്ല. പിന്നെ മുമ്പിലോട്ട് പോയി എടുക്കുന്നുണ്ട്. അവരങ്ങ് ചിരി വരും, ശ്രദ്ധിച്ചോണേ. അവർ ഭയങ്കര നാണമാണ്. അപ്പോൾ അപ്പുറത്ത് ഇരിക്കുന്ന തുണി എന്ന് പറയുന്നത് ഈ പിയാനോയുടെ മുകളിൽ ഇവർ വിരിക്കുന്ന തുണിയാണ്. അതാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിന് ശേഷം പിന്നെ തുണികളൊക്കെ വിരിക്കാണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വിരിച്ചു. അപ്പോൾ പോളില്ല, പോള് ഉച്ച കഴിച്ചിട്ട് പെട്ടെന്ന് യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു വസായിൽ, അവിടെ പോയി. അതുകൊണ്ട് എല്ലായിടത്തെയും തുണി ഇപ്പം ഞാൻ വിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.